മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് വരികയാണ്. നമ്മൾ അല്ലേ കുറച്ച് സീരിയസ് ആവേണ്ട സമയമായി. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ക്ലാസ്സിലും ഞാനത് പറയാറുണ്ട്, നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് അവർ സബ്ജക്റ്റിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് ബിഗിൻ അവർ ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ബെനിഫിറ്റ്സുകളും അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. ഒപ്പം നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്ക് കടന്നിരുന്നു, ഇന്ത്യൻ എത്തോസ് ആൻഡ് വാല്യൂ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചിങ്ങനെ ഞാൻ പറഞ്ഞ സ്ലൈഡൊക്കെ കാണിച്ചു തന്നായിരുന്നു, അത് കാണിച്ചിട്ടില്ല. അതിന് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അത് ഞാൻ വീണ്ടും നമ്മൾ പറഞ്ഞത് ഇത്രയായിരുന്നു. ഇന്ത്യയുടെ ആയിട്ടുള്ള ചില എത്തോസ് ആൻഡ് വാല്യൂ സിസ്റ്റം ഉണ്ട്. അതനുസരിച്ച് നമ്മൾ പറഞ്ഞത് നമ്മൾ 4 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു: ധർമ്മ, അർത്ഥ, കാമ ആൻഡ് മോക്ഷ. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ എത്തോസ് പറയുന്നത് എന്ത് ചെയ്യണം, നേച്ചർ എപ്പോഴും നേച്ചറും സൂര്യൻ്റെ താഴെയുള്ളതെല്ലാം അതുപോലെ യൂണിവേഴ്സൽ അതെല്ലാം കൂടി ഇന്റർകണക്ട് ചെയ്ത് പോകണം. ഒരു കോപ്പറേഷൻ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ എത്തോസ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു അൺഹെൽത്തി കോമ്പറ്റീഷൻ ഇന്ത്യൻ എത്തോസ് ഒരിക്കലും, ഇന്ത്യൻ കൾച്ചർ ഒരിക്കലും ഫോളോ ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ള ഏതൊരു ആക്ടിവിറ്റി ആയാലും അവസാനം എന്തിലേക്ക് വന്ന് അയച്ചിട്ടുണ്ട്, ഫെയിലിയറിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഇന്ത്യൻ എത്തോസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ തന്നെയാണ്. നിർബന്ധമായിട്ടില്ല, നമ്മൾ ആ ഒരു രീതിയിലാണ് ഫോക്കസ് ചെയ്ത് വരുന്നത്. അതായത് കോപ്പറേഷൻ, ട്രസ്റ്റ് ആൻഡ് ടീം സ്പിരിറ്റ് എന്നുള്ളതാണ് അല്ലെ. അവിടെ വരെയാണ് ആക്ടി നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കിയത്. കുറച്ചും കൂടി നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ എത്തോസ് ഇപ്പോൾ ഏതൊരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി എടുക്കുകയാണെന്നെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ എന്താണ്, ഒരു ടീം സ്പിരിറ്റ് വേണം, ഒരു ട്രസ്റ്റ് വേണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, അവിടെ ഒരു കോപ്പറേഷൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് എപ്പോഴും ഒരു ഇന്ത്യൻ ഓർഗനൈസേഷൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻസിലെ മാനേജേഴ്സ്, അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും വരികയുണ്ട്, അപ്പോൾ നമുക്ക് ഇനി കണക്ട് ചെയ്ത് അങ്ങനെ കിട്ടും. മാനേജേഴ്സ് എപ്പോഴെങ്കിലും ഉള്ള ആളുകളായിരിക്കണം, സെൽഫ് കൺട്രോൾ ഉള്ള ആളുകളായിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ്, മാനേജർ ഷുഡ് എക്വയർ. അപ്പോൾ ഇന്ത്യൻ ഒരു ഓർഗനൈസേഷൻ, ഇന്ത്യൻ ഒരു കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, ഷുഡ് എക്വയർ സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാവണം. ബിഫോർ ഹി ഡ്രീംസ് ഓഫ് കൺട്രോളിങ് ഹിസ് സബ്സ്റ്റാഫ്. അതായത് അല്ലെ ഒരു മാനേജറുടെ പണി മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ കീഴിലുള്ള സബ് സ്റ്റാഫിനെ അദ്ദേഹം നിയന്ത്രിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഇന്ത്യൻ അനുസരിച്ച് പറയുന്നത് ആദ്യം അദ്ദേഹം കേട്ടിട്ടുള്ളത് സ്വയം നിയന്ത്രണമാണ്. ആദ്യം അവനവനെ നിയന്ത്രിച്ചതിന് ശേഷം സബ് സ്റ്റാഫിലേക്ക് അല്ലെങ്കിൽ കോ സ്റ്റാഫിനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. ആൻഡ് എങ്ങനെ ഈ സെൽഫ് കൺട്രോൾ കിട്ടും എന്നാണ് പറയുന്നത്, സെൽഫ് കൺട്രോൾ കംസ് ഫ്രം ദി റിയലൈസേഷൻ ഓഫ് വൺസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇനി പറയുന്നത് എളുപ്പമല്ല, സ്വയം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. അത് നമുക്ക് എങ്ങനെ ചെയ്യാനാണ് പറ്റുമെന്നാണ് പറയുന്നത്, അവനവൻ്റേതായിട്ടുള്ള സ്ട്രോങ് പോയിന്റ്സുകൾ എന്താണ്, അതുപോലെ തന്നെ അവനവൻ്റേതായിട്ടുള്ള വീക്ക് പോയിന്റ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കും. സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ എന്ത് ചെയ്യില്ല, വീക്ക്നെസ്സുകളെ നമ്മൾ എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല അല്ലേ. എന്നാൽ സ്ട്രോങ് പോയിന്റ്സ്, ചിലപ്പോൾ സ്ട്രോങ് പോയിന്റ്സ് നമ്മൾ അറിയാതെ കിടക്കുന്ന കുറേ സ്ട്രോങ് പോയിന്റ്സ് ഉണ്ടായിരിക്കും, നമ്മളത് പുറത്തേക്ക് എടുക്കൂല. അപ്പം അങ്ങനെയല്ല വേണ്ടത്, നമ്മുടെ എന്താ പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സുകളെ നമ്മൾ കൃത്യമായിട്ട് റിയലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ വീക്ക്നെസ്സുകൾ, പോരായ്മകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിലേക്ക് വരാം, സെൽഫ് കൺട്രോൾ എന്ന രീതിയിലേക്ക് വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീക്ക്നെസ്സുകൾ എന്താണ്, സ്ട്രെങ്ത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എവ്രി മാനേജർ ഷുഡ് കണ്ടക്ട് എ സിൻസിയർ സ്വോട്ട് അനാലിസിസ്. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഇൻ അല്ലേ മുൻപത്തെ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓർമ്മ. സ്വോട്ട് അനാലിസിസ് ഇനി ഒരിക്കലും അത് മറക്കരുതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ് സ്റ്റാൻഡ്സ് SWOT, SWOT, SWOT അനാലിസിസ് എന്നുള്ളതാണ്. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത്, W സ്റ്റാൻഡ്സ് ഫോർ വീക്ക്നെസ്, O സ്റ്റാൻഡ്സ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് T സ്റ്റാൻഡ്സ് ഫോർ ത്രെറ്റ്സ്. അപ്പോൾ അതായത് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഞാനെന്ന ഒരു ഇൻഡിവിജ്വലിനെ എടുക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ചിലതുണ്ടായിരിക്കും, സ്ട്രെങ്ത്തുകൾ ഉണ്ടായിരിക്കും, എനിക്ക് എൻ്റേതായിട്ടുള്ള ചില വീക്ക്നെസ്സുകൾ ഉണ്ടായിരിക്കും, എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ചില ഓപ്പർച്യൂണിറ്റി തന്നെ മുന്നിലുണ്ടാകാം, അതുപോലെ തന്നെ അതിനെ ഭീഷണിപ്പെടുത്തുന്ന ത്രെഡായിട്ട് നൽകുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കണം. അപ്പോൾ അത് ഞാൻ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് എൻ്റെ സ്ട്രോങ് പോയിന്റ്സുകളെ ഞാൻ എന്ത് ചെയ്യണം, സ്ട്രോങ് ആയിട്ട് നിർത്താൻ തന്നെ ശ്രമിക്കണം. എൻ്റെ വീക്ക്നെസ്സുകളെ ഞാൻ ഓവർകം ചെയ്യണം. എനിക്ക് മുന്നിൽ വരുന്ന അവസരങ്ങളെ ഞാൻ എന്ത് ചെയ്യണം, അത് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ത്രെഡ്സുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ആസ് എ ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് സെൽഫ് കൺട്രോൾ കൈവരിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ഹി ബിക്കംസ് അല്ലെങ്കിൽ ഷീ ബിക്കംസ്
ത്രൂ ദി പ്രാക്ടീസ് ഓഫ് SWOT അനാലിസിസ് ദ മാസ്റ്റർ ഓഫ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് എന്നാണ്. നമ്മൾ അങ്ങനെ ഒരു SWOT അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മൾ വേറെ ഒരാളും നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ട് വരില്ല. കാരണം എനിക്ക് എൻ്റെ സ്ട്രോങ് പോയിന്റ്സുകൾ അറിയാം, എൻ്റെ വീക്ക് പോയിന്റ്സുകൾ അറിയാം, എനിക്ക് കിട്ടിയ അവസരങ്ങളെ കുറിച്ച് അറിയാം, എൻ്റെ മുന്നിലുള്ള ഭീഷണികളെ കുറിച്ച് എനിക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരും നമ്മുടെ തന്നെ എന്താണ് മാസ്റ്റർ എന്താണ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ തന്നെ അനുസരിക്കേണ്ട രീതിയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അതാണ് ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഇന്ത്യൻ എത്തോസ് സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ സെൽഫ് കൺട്രോൾ നേടണമെന്നാണ് പറഞ്ഞു വരുന്നത് ഒരു മാനേജർ എന്നതിലേക്ക്. ആൻഡ് ഇന്ത്യൻ എത്തോസ് റിക്വയേഴ്സ് എവറി മാനേജർ ടു സ്പെൻഡ് സം ടൈം ഇൻ സൈലൻസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി. ഇന്ത്യൻ എത്തോസ് സിസ്റ്റം അനുസരിച്ച് പറയുന്നത്. കാരണം ഒരു മാനേജർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉള്ള, ഒരുപാട് ടെൻഷനുള്ള, ഒരുപാട് ക്രൂഷ്യൽ ഡിസിഷൻസ് എടുക്കേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ ഇന്ത്യൻ എത്തോസ് പറയണത് ഒരു മാനേജർ കുറച്ച് സമയം ഇതിന് വേണ്ടി ചിലവഴിക്കണം. ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കാം, ട്രാങ്ക്വിലിറ്റി എന്നാൽ കാമായിട്ട്, വളരെ സൈലൻ്റ് ആൻഡ് കാമായിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. എവേ ഫ്രം ദി ഹസിൽ ആൻഡ് ബസിൽ ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ചില എന്താണ് കുറേ ഹസൽ ആൻഡ് ബസിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അത് ഭയങ്കര നമുക്ക് ശല്യം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ജീവിതത്തിൽ. ഒരുപാട് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അവിടെ നിന്ന് കുറേ ഡിസ്ട്രാക്ഷൻസ്, ഇവിടെ നിന്ന് കുറേ ഡിസ്ട്രാക്ഷൻസ്, ഒരുപാട് തിങ്കിങ്സ് നമ്മുടെ മനസ്സിലേക്ക് വരാം. അപ്പം അങ്ങനെയുള്ള ആ ഹസൽ, അങ്ങനെ നമ്മൾ തിരക്ക് പിടിച്ചതെന്ന് പറയും, ആ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒന്ന് ലേശം മാറി ഒരു സൈലൻറ്റ് ആൻഡ് കാം അറ്റ്മോസ്ഫിയറിൽ ഒരു മാനേജർ ഇരിക്കണമെന്നാണ് ഇന്ത്യൻ എത്തോസ് പറയുന്നത്. ആൻഡ് ഇൻഫാക്ട് ഇതൊന്നുകൂടി നമുക്ക് സ്പെസിഫിക് ചെയ്ത് പറഞ്ഞു തരാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ. അപ്പോൾ നമ്മുടെ അവിടെയാണ് ധ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സന്യാസികളൊക്കെ ചെയ്തിരുന്നൊരു സംഭവമാണ് നമ്മൾ മെഡിറ്റേഷൻ അല്ലേ. അതാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മൾ വരാനുള്ള പറഞ്ഞു വരുന്നത്. ഇൻഫാക്ട് മെഡിറ്റേഷൻ ഹെൽപ്സ് ഇൻ റീചാർജിങ് ഹിസ് ഓർ ഹെർ ബാറ്ററീസ്. അപ്പോൾ അതിനൊരു മെഡിറ്റേഷനിലേക്ക് നമ്മളൊരു യോഗ അല്ലേ, ധ്യാനമല്ല, ഒന്നും യോഗ എന്നാണ് നമ്മൾ പറയാനായിട്ട് കൂടി. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവനവൻ്റെ ബാറ്ററി റീചാർജ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്വയം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻ റീചാർജിങ് ഹിസ് ഓർ ഹെർ ബാറ്ററീസ് ആൻഡ് എക്വിപ്പിംഗ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് വിത്ത് ഇനഫ് പവർ. അപ്പോൾ നമുക്ക് സ്വയം ഒന്ന് നമ്മൾ കുറച്ച് ഒരു തിരക്കുകളിൽ നിന്നൊക്കെ മാറി ചില സമയത്ത് നമ്മൾ തന്നെ ചെയ്യാറുണ്ട് അല്ലേ. നമുക്ക് കുറേ ഒരു തോന്നുമ്പോൾ നമ്മൾ സൈലൻ്റ് ആയിട്ട് അവിടെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും യോഗ ചെയ്യുന്നവരാണ്. നമ്മൾ കുറച്ച് മാറി നമ്മൾ കുറച്ച് നേരം മുറ്റത്ത് പോയിരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് നേരം പോയി മിണ്ടാതിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്വയം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വയം ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടാം, ചില സൊല്യൂഷൻസ് ആയി കിട്ടും. അപ്പോൾ ആ രീതിയിൽ ചെയ്യണം. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ഹി ഓർ ഷീ ഗെയിൻ സം പവർ ടു കൺഫ്രണ്ട് കോംപ്ലക്സ് സിറ്റുവേഷൻസ്. ചില ജീവിതത്തിലെ അല്ലെങ്കിൽ ബിസിനസ്സിലെ തന്നെ അല്ലെങ്കിൽ ജീവിതത്തിലെ തന്നെ ചില കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അത് നേരിടാനുള്ള പവർ കിട്ടുമെന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മൾ ഇന്ത്യൻ എത്തോസ് ഇങ്ങനെ പഠിച്ച് നമ്മൾ വരുന്ന കാര്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ അത്രയാണ് നമുക്ക് ദാറ്റ് ഈസ് ഒരു ഇന്ത്യൻ എത്തോസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ വാല്യൂ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ക്ലിയർ? ഇനി പറഞ്ഞു വരുന്നത് ദാറ്റ് ഈസ് ഈ പറയുന്ന ഇന്ത്യൻ എത്തോസ് നമ്മൾ ഇനി മാനേജ്മെന്റിലേക്ക് അതെങ്ങനെ കൊണ്ടുവരും എന്നതാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെന്റ്. ഇതാണ് ഇന്ത്യൻ എത്തോ. അപ്പോൾ ഇന്ത്യൻ എത്തോസ് എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി ഏകദേശം നമ്മൾ എടുത്തു. എന്തുകൊണ്ട് അത് മാനേജർക്ക് വേണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഹസിൽ ആൻഡ് ബസിൽ ഓഫ് ലൈഫ് എന്ന് മാറി നിന്നുകൊണ്ട് അങ്ങനെ ചെയ്താൽ എന്ത് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസും ഒരു മാനേജർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നമ്മളിത് മാനേജ്മെന്റിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു ഇന്ത്യൻ കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. വേറെ എവിടെ നിന്നും അതൊന്നും കണ്ടെടുത്തിട്ടില്ല. ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ കോൺസെപ്റ്റ് തന്നെയാണ്. ഇന്ത്യൻ മാനേജ്മെന്റ് കോൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ ആൻഡ് റിലീജിയൻ എന്നാണ് പറയുന്നത്. എന്താണ് അപ്പോൾ ഇന്ത്യൻ എത്തോസ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കോൺസെപ്റ്റ് തന്നെയാണ്. ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെന്റ്, ഇന്ത്യൻ മാനേജ്മെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എവിടുന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്, ഇന്ത്യയുടെ കൾച്ചറിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ റിലീജിയൻ അല്ലെ. നമ്മൾക്കൊക്കെ ഓരോ റിലീജിയസ് വൈസ് ആയിട്ട് ചില ബിലീഫ്സുകളും ചില റിച്വൽസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് ഇന്ത്യൻ മാനേജ്മെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആർ ഡ്രോൺ ഫ്രം ദി റിലീജിയസ് ടെക്സ്റ്റ് ആൻഡ് കൾച്ചറൽ ട്രഡീഷൻസ്. ഒരുവിധം എല്ലാ കാര്യങ്ങളും, അതായത് ഇന്ത്യൻ മാനേജ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ചില മിക്കവാറും എല്ലാ പ്രിൻസിപ്പിൾസും
ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയസ് ടെക്സ്റ്റുകളും അതുപോലെ തന്നെ കൾച്ചറൽ, നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ ഫോളോ ചെയ്തു വരുന്ന കുറച്ച് ട്രഡീഷൻസ് ഉണ്ട്. ആ ട്രഡീഷൻസ്, കൾച്ചറൽ ട്രഡീഷൻസ് എന്നാണ് ഒരുവിധം എല്ലാം കടംകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. വി ബിലീവ് ദാറ്റ്, നമ്മുടെ ഒരു ഇന്ത്യൻ എത്തോസിൽ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വി ബിലീവ് ദാറ്റ് എവ്രിതിങ് ഇൻ നേച്ചർ, നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന എല്ലാം, അത് മെൻ ആവാം, വുമൺ ആയിരിക്കാം, ആനിമേറ്റ് ആൻഡ് ഇൻആനിമേറ്റ് തിങ്സ്, നമ്മളെ ജീവജാല അങ്ങനെയുള്ള എന്ത് വസ്തുക്കളും ഹാവ് എ ഡിവൈൻ സ്പാർക്ക് ഇൻസൈഡ്. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഡിവൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വളരെ പരിശുദ്ധമായിട്ട് അങ്ങനെ ഒരു ഡിവൈൻ, ഒരു സ്പാർക്ക് എന്താണ്, ഒരു മിന്നൽ എന്നൊക്കെ പറയുമ്പോൾ അത് എത്രയേ ഉള്ളൂ, അവനവൻ്റേതായിട്ടൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ചില എന്തുണ്ട്, ഒരു കഴിവുകളുണ്ട് എന്നാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഇതനുസരിച്ചുള്ള വിശ്വാസം എന്ന് പറയുന്നത്, ഗോഡ് ഹാസ് ബ്ലെസ്ഡ് മാൻ വിത്ത് ഇമ്മൻസ് പൊട്ടൻഷ്യൽ ടു ഇംപ്രൂവ് ആൻഡ് ഡെവലപ്പ് ഹിംസെൽഫ്. അതായത് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം നമുക്ക് വളരാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പൊട്ടൻഷ്യാലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതനുസരിച്ച് നമുക്ക് ആ ദൈവം തന്നിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് സ്വയം നമുക്ക് ഡെവലപ്പ് ചെയ്യാനും സ്വയം അതുപോലെ ഇമ്പ്രൂവ് ചെയ്യാനും ദൈവം നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യാലിറ്റി, കഴിവുകൾ തന്നിട്ടുണ്ടെന്നാണ് ഒരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് നമ്മൾ ദൈവം എന്നുള്ളത് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൾച്ചറാണ് നമ്മുടെ എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെയാണ് ഇതിൽ പറയുന്നത്, ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ബൈബിളുമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ ഇത് ഭയങ്കര ബ്രീഫ് ഡീറ്റെയിൽ, ഭയങ്കര എക്സ്പ്ലനേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അവനവൻ്റെ മതം അനുസരിച്ചുള്ള കാര്യങ്ങളാണത്. അത് പറഞ്ഞോട്ടെ. സോ വി ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഗ്രേറ്റ് കപ്പാസിറ്റി ടു അച്ചീവ് സീമിംഗ്ലി ഇമ്പോസിബിൾ തിങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം സ്വന്തം ഇമേജ് പോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു, അദ്ദേഹത്തിന് ഇഷ്ടാനുസരണം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ശക്തി ദൈവം മനുഷ്യന് തന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നതെന്നാണ് പറയുന്നത്. So we say miracle happened in personal life as well as in the management of organization, which definitely turn out to be beneficial to the people. അപ്പോൾ ആ ഒരു കൾച്ചറൽ ബിലീഫ് നമ്മൾ ബിലീഫ് അല്ലെങ്കിൽ ആ ബിലീഫ് അതിൽ നമ്മൾ ആ ഒരു വിശ്വാസം നമ്മൾ തുടർന്ന് പോരുന്നത് കൊണ്ട് തന്നെ പറയണത്, നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും ശരി, ദാറ്റ് ഇസ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആയാലും ശരി, ഭയങ്കരമായിട്ടുള്ള മിറാക്കിൾസ് അല്ലേ, നമുക്ക് ഇപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ എന്ത് കാര്യം കണ്ടാലും അയ്യോ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ. അത് മിറാക്കിൾസ്, അത്ഭുതങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. അത് തീർച്ചയായും ഇതിലേക്ക് തന്നെ വരും, വിച്ച് ഇൻ ടേൺ റിസൾട്ട് ഇൻ ദി ബെനിഫിറ്റ് ഓഫ് ദ പീപ്പിൾ, അല്ലെങ്കിൽ ബെനിഫിറ്റ് ടു ദ പീപ്പിൾ എന്ന രീതിയിലേക്ക് വരുമെന്നാണ് നമ്മുടെ ഇന്ത്യൻ എത്തോസ് നമുക്ക് പറഞ്ഞു തരുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ഇന്ത്യൻ ഫിലോസഫി ആൻഡ് ദ റിലീജിയസ് ടീച്ചിങ്സ് പ്രൊവൈഡ്. അപ്പോൾ നമ്മുടെ ഫിലോസഫി അനുസരിച്ചിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റിലീജിയസ് ആയിട്ട് നമ്മൾ കാര്യം ഓരോരുത്തരും അവരുടെ റിലീജിയൻ പഠിക്കുന്നുണ്ടായിരിക്കില്ലേ, അതനുസരിച്ച് പറയുന്നത് പ്രൊവൈഡ് പൊട്ടൻഷ്യൽ മാനേജേഴ്സ് വിത്ത് എക്സലൻറ്റ് ഇൻസെൻറ്റീവ്സ്. അപ്പോൾ നമ്മുടെ കൾച്ചർ അനുസരിച്ചിട്ടായാലും ശരി, നമ്മുടെ ഫിലോസഫി അനുസരിച്ചിട്ടായാലും ശരി, നമ്മുടെ റിലീജിയസ് ബിലീഫ്സ് അനുസരിച്ചിട്ടായാലും ശരി, റിലീജിയൻ ടീച്ചിങ്സ് അനുസരിച്ചിട്ടായാലും ശരി, പറയുന്നത് എന്താണ്, നമ്മുടെ മാനേജേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ പ്രൊവൈഡഡ് വിത്ത് എക്സലൻറ്റ് ഇൻസെൻറ്റീവ്സ് ടു അച്ചീവ് ദെയർ ഗോൾസ് എന്നാണ്. അതായത് ഓരോ മാനേജർക്കും എന്തുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും എന്ന രീതിയിൽ നമുക്ക് പറയാം, അതായത് ഒരുപാട് എക്സലൻ്റ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിവുകളുണ്ട് എന്നുള്ള രീതിയിൽ, ഒരുപാട് നല്ല കഴിവുകളുണ്ട്, അത് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. യൂട്ടിലൈസിങ് ഓൾ ദെയർ സ്ട്രെങ്ത് വെറ്റഡ് ടു ഗോഡ്സ് ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ്സ്. അത് ഇത്രയുള്ളൂ, ദൈവത്തിൻ്റെ കൃപയാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായത്താൽ നമ്മൾ പറയും, അങ്ങനെ പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ളൊരു കഴിവ് മനുഷ്യനുണ്ട് എന്നാണ് നമ്മുടെ റിലീജിയസ് ടീച്ചിങ്സ് ആയാലും ശരി, ഇന്ത്യൻ ഫിലോസഫി ആയാലും നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ സ്ലൈഡായിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ആ പോയിന്റുകൾ കോട്ട് ചെയ്ത് അടുപ്പിച്ച് എഴുതി വെച്ചാൽ മതി. അപ്പോൾ അത്ര ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. ഇനി അപ്പോൾ അത്രയാണ് നമ്മളതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്, ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെന്റ്, അതായത് ദർ ആർ സം പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെന്റ് വിച്ച് ഏൻഷ്യന്റ് സേജസ് ഹാവ് കോഡിഫൈഡ്. സേജസ് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ പറയുന്നതാണ് വ്യക്തികൾ, അതായത് വളരെയധികം അപൂർവ ജ്ഞാനമുള്ള വ്യക്തികൾ, അവരൊക്കെയാണ് നമ്മൾ സേജസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അതായത് നല്ല വ്യക്തികൾ, നല്ല നോളേജ് ഉള്ള വ്യക്തികൾ, അങ്ങനെയുള്ള ആളുകൾ കോഡിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുള്ള ചില എന്താണ് പറയുന്നത് ഇന്ത്യൻ എത്തോസ്
പ്രിൻസിപ്പിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ചെയ്യാനായിട്ട്. പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെയുള്ള നല്ല അറിവുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പോൾ അതും നമ്മുടെ ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഹിന്ദു ഹോളി സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് അതർ ക്ലാസിക്സ്, അതും മറ്റുള്ള ക്ലാസിക്സ് നമ്മുടെ ഇന്ത്യയുടെ ആയിട്ടുള്ള ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മെനി ഗ്ലിംസസ് എന്നാണ് പറയുന്നത്. ഗ്ലിംസസ് എന്നാണ് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം, അതിൻ്റെയൊക്കെ ചില പോയിന്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണുന്നില്ല. അങ്ങനെ ഗ്ലിംസസ് ഓഫ് ഇന്ത്യൻ ഇത്തോസ് ഇൻ മാനേജ്മെന്റ് വിച്ച് ഏൻഷ്യൻ സീജസ് ആർ കോഡ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് അങ്ങനെ പല സ്ഥലത്ത് നിന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ഒന്നിച്ചാക്കി നല്ല അറിവുള്ള വ്യക്തികൾ അതിൽ കുറച്ച് കോഡ് ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, എവ്രി വർക്ക് provides an opportunity to do good in the world, thereby gaining material and spiritual benefits. അതിലാദ്യം ഇങ്ങനെ വലിയ നല്ല ജ്ഞാനികൾ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഏത് വർക്കാണെങ്കിലും ശരി, ഇപ്പം എന്ത് വർക്ക് എടുത്തോ അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ലത് ചെയ്യാനുള്ള ഒരു അവസരം തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എവ്രി വർക്ക് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡു ഗുഡ് ഇൻ ദ വേൾഡ്, thereby gaining മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ബെനിഫിറ്റ്. അതായത് ഏത് കാര്യം നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള അവസരം നമുക്ക് നമ്മുടെ തന്നെ ദൈവം സഹായിച്ച് നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ നമുക്ക് എന്തുണ്ട്, മെറ്റീരിയലായിട്ട് നമുക്ക് ചില നന്മകളുണ്ടാകും. അതായത് ഇപ്പം മെറ്റീരിയൽ എന്ന് പറഞ്ഞെങ്കിൽ അതായത് ഇപ്പോൾ നമുക്ക് കാശായിട്ട് കിട്ടുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് അങ്ങനെ കിട്ടുകയോ, അല്ലെങ്കിൽ എന്താണ് ഒരു സ്പിരിച്വൽ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം, നമ്മുടെ സ്പിരിച്വൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും അറ്റൈൻ ചെയ്യാനുള്ള അവസരം ഏതൊരു ജോലിക്കും ദൈവം നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. സെക്കൻഡ് എന്താണ് പറയുന്നത്, സ്ട്രെങ്ത് ആൻഡ് ഇൻസ്പിരേഷൻ ടു എക്സൽ ഇൻ അവർ പെർഫോമൻസ്. എക്സൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നുള്ള മീനിങ്, ഫസ്റ്റ് അതായത് നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ കാര്യം ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്തും ഒരു ശക്തിയും അതുപോലെയുള്ള ഒരു ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോത്സാഹനവും നമുക്ക് തരുന്നുണ്ട്. കം ഫ്രം ഗോഡ് ത്രൂ പ്രയർ എന്നാണ് പറയുന്നത്. അത് ചെയ്യാനുള്ളൊരു ഇൻസ്പിരേഷനും അല്ലെങ്കിൽ അത് ചെയ്യാനുള്ളൊരു ശക്തിയും നമുക്ക് എന്താണ്, ദൈവത്തിൽ നിന്നാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലെ, പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ സെൽഫ്ലെസ് ആക്ടിവിറ്റീസ് ആൻഡ് സ്പിരിച്വൽ റിലീസ് എവിടെ നിന്നാണ് വരുന്നത്, ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥന വഴി ദൈവത്തിൽ നിന്ന് കിട്ടുന്നു. പിന്നെ സെൽഫ്ലെസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് നമ്മളൊന്നും തിരിച്ച് സെൽഫ്ലെസ് ആയിട്ട് നമ്മളൊന്നും ആഗ്രഹിക്കാതെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ചില സ്പിരിച്വൽ റീഡിങ്സുകൾ, നമ്മുടെ മതപരമായ ഗ്രന്ഥങ്ങളോ അങ്ങനെയുള്ള ചില സ്പിരിച്വൽ റീഡിങ്സ് വഴി നമുക്ക് എന്ത് കാര്യവും ഭംഗിയായി ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്തും ഇൻസ്പിറേഷനും കിട്ടുന്നുണ്ടെന്നാണ് രണ്ടാമതായിട്ട് പറയുന്നത്. അത് ഇങ്ങനെ മഹത് വ്യക്തികൾ എഴുതി വെച്ചുള്ള ചില കോഴ്സുകളാണ് ഞാൻ പറയുന്നത്. കോഴ്സ് എന്നല്ല, അതുമായി ബന്ധപ്പെട്ട ചില സ്റ്റേറ്റ്മെന്റ്സുകളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ആൻഡ് തേർഡ് എന്താണ്, വൺ ഹു വർക്ക് വിത്ത് എ കാം ആൻഡ് ട്രാങ്ക്വിലിറ്റി മൈൻഡ് achieves the maximum. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ എത്തോസ് അനുസരിച്ച് മെഡിറ്റേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അങ്ങനെ വളരെ മനസ്സ് ശാന്തമാക്കി എന്ത് കാര്യവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ല അങ്ങനെ ഏത് വ്യക്തിയും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാക്സിമം അറ്റൈൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, വി ക്യാൻ അച്ചീവ് ദ ഹയസ്റ്റ് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ഗോൾസ് ത്രൂ കോപ്പറേഷൻ, റെസ്പെക്ട് ഫോർ വൺ അനദർ ആൻഡ് ഫെല്ലോ ഫീലിംഗ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ എത്തോസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വലായിട്ടും അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നേടാം. എങ്ങനെ, പരസ്പരം ഒരു കോപ്പറേഷനോട് കൂടിയും നമ്മൾ മറ്റൊരാൾക്ക് ബഹുമാനം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഒരു ഫെല്ലോ ഫീലിംഗ് കൊടുക്കുക. എന്താണ് ഫെല്ലോ ഫീലിംഗ് ആണെങ്കിൽ, ഓക്കെ തനിക്ക് ഞാനുണ്ട്, നമ്മൾ പരസ്പരം നമ്മൾ സഹകരിച്ച് ജീവിക്കേണ്ട ആളുകളാണ് എന്നൊരു ഫെല്ലോ ഫീലിംഗ്. നമ്മുടെ ഫെല്ലോ എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകൾ, ഫെല്ലോ എന്ന് പറയുന്നത് അവർക്ക് നമ്മൾ താങ്കൾക്ക് ഞാനുണ്ട് എനിക്ക് നിങ്ങളുണ്ട് എന്നുള്ള ഫീലിംഗ്, ആ രീതിയിൽ ചിത്രമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഏതു കാര്യവും നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് അതുവഴി നമുക്കൊരു മെറ്റീരിയൽ ഗെയിനോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗെയിനോ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മൂന്ന് കാര്യങ്ങളെ വേണ്ടും. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു സഹകരണത്തോടു കൂടി ചെയ്യാം. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്ഥാനം വെച്ചുള്ള ബഹുമാനം കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു ഫെല്ലോ ഫീലിംഗ് കൊടുക്കുക. അതായത് ഞാനുണ്ട്, നിങ്ങൾ ചെയ്തോളും, ഐ വിൽ ഹെൽപ്പ് യു എന്നുള്ള ഒരു ഫീലിംഗ് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്, immeasurable happiness and infinite peace come to those who witness God in all things. പിന്നെ എന്താണ് നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇതിൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ എത്തോസ് അനുസരിച്ചിട്ട്, അതായത് നമുക്ക് അളവില്ലാത്ത സന്തോഷവും അത് ഇൻഫിനിറ്റ് ആയിട്ട് ഒരിക്കലും അവസാനിക്കാത്ത രീതിയിലുള്ള സമാധാനം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ദൈവത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ.
അപ്പോൾ നമ്മുടെ കൾച്ചറാണ് ടൗണിൽ പഠിപ്പിച്ചു തരുന്നത്. ഞാനിതിലിപ്പോൾ ഒരു റിലീജിയസ് ക്ലാസ് ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ നോക്കിയ ടെക്സ്റ്റിൽ കാണാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അളവില്ലാത്ത സന്തോഷവും അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സമാധാനം, ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത രീതിയിലുള്ള പീസും നമുക്ക് ഒരു എന്ത് പണി ചെയ്യുമ്പോഴും അതിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ചെയ്താൽ കിട്ടുമെന്നാണ് നമ്മുടെ എന്ത് പറയുന്നത് ഇന്ത്യൻ എത്തോസിൽ പല മഹത് വ്യക്തികളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. മഹത് വ്യക്തികൾ എന്ന് പറഞ്ഞെങ്കിൽ സേജസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അറ്റൈൻഡ് വിസ്ഡം എന്നാണ് പറയുന്നത്. അതായത് വിസ്ഡം എന്ന് പറഞ്ഞാൽ നോളേജ്, ഒരുപാട് അറിവ് നേടിയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്താണ്, കൺസിഡർ അതേഴ്സ് ആസ് ഡിവൈൻ ബീയിങ്സ്. നെക്സ്റ്റ് പോയിന്റ്, ഡിവൈൻ ബീയിങ്സ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹത്തോടെ കാണാം. ലവ്ലി എന്നാണ് ഡിവൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരെയും നമ്മൾ സ്നേഹത്തോടു കൂടി കാണാനായിട്ട് പഠിക്കണം. ദ സെയിം ഡിവൈൻ സ്പാർക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞത് ദ സെയിം ഡിവൈൻ സ്പാർക്ക് ലിവ്സ് ഇൻ ഓൾ ഓഫ് us, though in appearance we seem different. അത് പറയുന്നത് നമ്മുടെ ഏൻഷ്യൻ്റ് ഇതനുസരിച്ച് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ലവ്ലി എന്നുള്ളൊരു നേച്ചർ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഓരോരുത്തരും പക്ഷേ എന്ത് ചെയ്യും, അത് വ്യത്യസ്തപ്പെട്ടിരിക്കും. ഓരോരുത്തരും അത് ഏറ്റക്കുറിച്ചുകളൊക്കെ അനുസരിച്ചിരിക്കും. തീർച്ചയായും ആ പറയുന്നത് ഡിവൈൻ ബീ അല്ലെങ്കിൽ ഡിവൈൻ സ്പാർക്ക് എന്ന് പറയുന്നത്, അതായത് മറ്റുള്ളവരോടൊരു ലവ് എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ അവരോടൊരു കരുണ എന്നുള്ളത് എല്ലാവരുടെയും ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഇഫ് വി തിങ്ക് വി ക്യാൻ സക്സീഡ്, അതായത് നമ്മൾ ചിന്തിക്കുകയാണ് എനിക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് പറയുന്നത് സക്സസ് ഈസ് യുവേഴ്സ് അല്ലെങ്കിൽ സക്സസ് ഈസ് അവേഴ്സ് എന്നാണ് പറയുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റും, ഞാനതിൽ വിജയം നേടും എന്ന വിചാരമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളതിൽ വിജയം കണ്ടെത്തുമെന്നാണ് പറയുന്നത്. പേ അറ്റൻഷൻ ടു ദി മീൻസ് എംപ്ലോയ്ഡ് ആൻഡ് സക്സസ്, അതായത് അത് കിട്ടാൻ വേണ്ടി നമ്മുടെ മുന്നിലുള്ള വഴികൾ എന്താണ് അതിന് നമ്മൾ ശ്രദ്ധിച്ച് അതനുസരിച്ച് ചെയ്യുക, അല്ലാതെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ സക്സസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സക്സസ് ഈസ് ഷുവറായിട്ടും നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണെന്നാണ് പറയുന്നത്, ബെയർ ഇൻ മൈൻഡ് ദാറ്റ് ധർമ്മ പെർമേറ്റ്സ് ദ എൻറ്റയർ ലൈഫ് ലൈൻ ഓഫ് എ മാൻ എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതാം, നമ്മുടെ ഇന്ത്യൻ എത്തോസിൽ അനുസരിച്ച് പറഞ്ഞു തരുന്നത് ഒരു കോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നത് മനസ്സിൽ എപ്പോഴും നമ്മൾ കരുതി വെക്കേണ്ട ഒരു കാര്യം, അതായത് ധർമ്മ എന്ന് പറയുന്നത് പെർമീറ്റ്സ് എന്നാണ് പറയുന്നത്. പെർമീറ്റ്സ് എന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ത്രൂ ഔട്ട്, മീനിങ് അറിയാത്തവരുടെ നേരിടുക സ്പ്രെഡ് ത്രൂ ഔട്ട് എന്നാണ് മീനിങ്. ധർമ്മം നമ്മൾ പറഞ്ഞിട്ടുള്ള ധർമ്മ എന്ന് നമ്മൾ പറഞ്ഞില്ല. എന്താണ് നമ്മൾ ധർമ്മ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. ധർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി നീഡ്സ് ഓഫ് ദി സോഷ്യൽ ഓർഡർ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്, ഒരു പ്രിൻസിപ്പിളാണ് എല്ലാവരെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നൊരു, അതായത് ഇൻഡിവിജ്വൽ, ഒരു കമ്മ്യൂണിറ്റി ആൻഡ് ഹോൾ യൂണിവേഴ്സ് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ, അതാണ് ധർമ്മ എന്ന് പറയുന്നത്. അത് നമ്മൾ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ, അത് നമ്മൾ എല്ലായിടത്തും അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻറ്റയർ ലൈഫ് ലൈൻ ഓഫ് എ. അപ്പോൾ അത് നമ്മളെപ്പോഴും ഓർത്ത് വയ്ക്കും. ധർമ്മം നമ്മുടെ കൃത്യമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ധർമ്മം വെച്ച് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതകാലത്ത് ഒരു മനുഷ്യൻ ചെയ്തിരിക്കണം എന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിൽ ഓർക്കുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു 8 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്കറിയാം അത് പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് അത്ര എളുപ്പത്തിൽ അതങ്ങോട്ട് പഠിച്ചെടുക്കാനും ഒന്നും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അത് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, 1, 2, 3 പ്രാവശ്യം അത് വായിച്ചാൽ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യു വിൽ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ഇറ്റ്. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പ്രാക്ടീസ് സെഷനിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. ഇത് കുറച്ച് നോളേജ് അറ്റൈൻ ചെയ്ത ആളുകൾ നമ്മുടെ ഇന്ത്യൻ എത്തോസിനെ കുറിച്ചിട്ട് ഒന്ന് കോഡിഫൈ ചെയ്ത് വെക്കുന്നു, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, ചില സ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ നമുക്ക് പറയാം, കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിച്ചത്. Next that we are going to discuss about the characteristics or features of Indian ethos. Indian ethos-ന്റെ ചില characteristics അഥവാ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇൻട്രൊഡക്ഷൻ ഭാഗത്തുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ റിപ്പീറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്കത് നോക്കാം. അപ്പോൾ ഇന്ത്യൻ എത്തോസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇന്ത്യൻ എത്തിക്സ്ന്നോ ഇന്ത്യൻ വാല്യൂസ്ന്നോ ഇന്ത്യൻ ബിലീഫ്സ്ന്നോ ഒക്കെ നമുക്ക് പറയാം, ഇന്ത്യൻ കൾച്ചർ എന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് ഇതാണ്, ദ ഉപനിഷദാസ്, ദ ഭഗവത്ഗീത ആൻഡ് ദ പുരാണാസ് ഫോം ദ ബേസിസ് ഫോർ ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, അതായത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് വെച്ച് പോകുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ഉപനിഷത്തുകൾ, അതുപോലെ നമ്മുടെ ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങൾ, അതാണ് നമ്മുടെ ഇന്ത്യൻ മാനേജ്മെൻറ്റ് ഇന്ത്യൻ എത്തോസിൻ്റെ എന്തെന്ന് പറയുന്നത് ബേസ്. അതിൽ നിന്ന് ഉൾക്കൊണ്ട പല കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ മാനേജ്മെൻറ്റിൽ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്.
സെക്കൻഡ് ക്യാരക്ടർ എന്താണ്? ഇന്ത്യൻ എത്തോസ് ഇൻസിസ്റ്റ് ആണ് ബാലൻസ് ബിറ്റ്വീൻ സ്പിരിച്വൽ വാല്യൂസ് ആൻഡ് മെറ്റീരിയൽ വാല്യൂസ്. അപ്പോൾ ഇന്ത്യൻ എത്തോസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സ്പിരിച്വൽ ആയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സന്തോഷം, സ്പിരിച്വൽ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മെറ്റീരിയൽ പൈസ കിട്ടുകയോ അതിൽ നിന്ന് വേറെ എന്തെങ്കിലും കിട്ടും, അങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് രണ്ടും തമ്മിലൊരു ബാലൻസ് വേണമെന്നാണ് ഇന്ത്യൻ എത്തോസ് പറയുന്നത്. നമുക്ക് കുറേ പൈസ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് വേണം? നമ്മൾ പറയുക പീസ് ഓഫ് മൈൻഡ് എന്നുള്ളത് വളരെ ഒരു വലിയ കാര്യമാണ്. പീസ് ഓഫ് മൈൻഡ് മാത്രം കിട്ടിയാൽ നമുക്ക് നമ്മുടെ ജീവിത ചെലവുകൾ നടക്കും, നമുക്ക് അതിൻ്റെ കൂടെ നേരിടുന്ന മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിലൊരു ബാലൻസ് വേണമെന്നാണ് ഇന്ത്യൻ എത്തോസ് പറയുന്നത്. The balance would enable even a millionaire to lead a life of spirituality. ഒരു മില്യണയർക്ക് പോലും എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഒരു ഈ പറയുന്ന ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്പിരിച്വൽ ആയിട്ടൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അതായത് കുറേ പൈസ കിടന്ന് കുന്നുകൂടി പക്ഷെ ഒരു സ്പിരിച്വൽ ഇല്ല, ഒരു പീസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ ആർക്കും അല്ലെ ഒരു ഭംഗിയായിട്ട് ഒരു നല്ല സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്ത്യൻ എത്തോസ് പറയുന്നത് ഇത് രണ്ടും തമ്മിൽ എന്ത് വേണം? ഒരു ബാലൻസ് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? വാല്യൂസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഇന്ത്യൻ എത്തോസ് ദാൻ മെറ്റീരിയൽ ഗെയിംസ്. അപ്പോൾ ഇന്ത്യൻ എത്തോസിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തീർച്ചയായും എന്തിനാണ്? നമ്മൾ പറയുന്ന വാല്യൂസിനാണ്, മൂല്യങ്ങൾ അല്ലേ? നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം, നമ്മൾ മൂല്യങ്ങൾക്ക് എന്ത് കാര്യത്തിലും നമ്മൾ നമ്മുടെ ഇന്ത്യൻ വാല്യൂസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. മെറ്റീരിയൽ ഗെയിമിന് നമ്മൾ രണ്ടാമത്തെ സ്ഥാനമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് പറയുന്നത്. Though knowledge is a source of power, what matters is character. അതായത് ഈവൺ നോളേജ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്നു. നമ്മളപ്പോൾ എപ്പോഴും പറയാറുണ്ട് കുട്ടികളുടെ അടുത്തൊക്കെ, നമ്മൾ കുറേ പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങളുടെ സ്വഭാവം എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ? ഈവൺ എൻ്റെ കാര്യത്തിൽ ആരുടെ കാര്യമായാലും തന്നെയാണ്, കുറേ പഠിച്ചെടുത്തു വലിയ ഡോക്ടറേറ്റ് നേടിയതുകൊണ്ടല്ല, പെരുമാറാൻ അറിയണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ത്യൻ എത്തോസിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. നോളേജ് എന്ന് പറയുന്നത് ഒരു വലിയ പവറൊക്കെ തന്നെയാണ്, സോഴ്സ് ഓഫ് പവർ തന്നെയാണ്. അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? ദാറ്റ് ഇസ് ദ ക്യാരക്ടർ ഓഫ് ദാറ്റ് പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഇന്ത്യൻ എത്തോസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. And the next characteristics is that inner resources are more powerful than material resources outside എന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസം, ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് വിശ്വാസം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നർ റിസോഴ്സുകളുണ്ട്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ചില കാര്യങ്ങളുണ്ട്. അതായത് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കൂടുതൽ, നമുക്ക് ഇന്ത്യൻ പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാണ് കൂടുതൽ പവർഫുൾ എന്നാണ് പറയുന്നത് ദാൻ മെറ്റീരിയൽ റിസോഴ്സ്. നമുക്ക് ചുറ്റിനും പല വലിയ കാർ ഉണ്ടാവാം, വലിയ വീടുണ്ടാകാം, കാർ ഉണ്ടായിരിക്കാം, ബൈക്ക് ഉണ്ടാക്കാം, കുറേ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാം. പക്ഷെ അതൊന്നുമല്ല കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇന്നർ ആയിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില അവിടെ കിട്ടേണ്ട നമുക്കൊരു ശാന്തത, അല്ലെങ്കിൽ അവിടെ കിട്ടേണ്ട സന്തോഷം, അതാണ് കൂടുതൽ പവർഫുൾ എന്നാണ് ഇന്ത്യൻ എത്തോസ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഫീച്ചർ പറയുന്നത്? ഇന്ത്യൻ എത്തോസ് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ബീയിങ് ഗുഡ് ദെൻ ദ വേൾഡ് അറ്റ് ലാർജ് വുഡ് ഓൾസോ ബി ഗുഡ്. നമ്മുടെ ഒരു വിശ്വാസം എന്താ വെച്ചെങ്കിൽ, ഇന്ത്യൻ എത്തോസിൻ്റെ ഒരു അനുസരിച്ച് നമ്മുടെ വിശ്വാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ഇൻഡിവിജ്വലും നല്ല ഗുഡായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിലായിട്ടുണ്ടെങ്കിൽ മൊത്തം നമ്മുടെ ലോകം മുഴുവൻ എന്തായിരിക്കും? നല്ലതാണ് എന്ന രീതിയാണ് നമ്മുടെ ഒരു ചിന്താ രീതി എന്ന് പറയുന്നത്. തന്നെയാണ് ഇന്ത്യൻ എത്തോസ് ഫോക്കസസ് ഓൺ ഇൻഡിവിജ്വൽ ബീയിങ് ഗുഡ് ദെൻ ദ വേൾഡ് അറ്റ് ലാർജ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരാൾ നന്നായിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ എന്തായിക്കോളും? നന്നായിക്കോളും എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ എത്തോസിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? എക്സലൻസ് അറ്റ് വർക്ക് ക്യാൻ ബി എൻഷുർഡ് ത്രൂ സെൽഫ് മോട്ടിവേഷൻ ആൻഡ് സെൽഫ് ഡെവലപ്മെൻറ്റ്. പിന്നെ പറയുന്നത് എന്താണ്? നമുക്കൊരു വർക്കിൽ എക്സലൻ്റ് ആവാൻ, എക്സലൻ്റ് എന്ന് പറഞ്ഞാൽ പക്കാ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസിൽ എത്തണമെങ്കിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് നമുക്ക് സെൽഫ് മോട്ടിവേഷനാണ്. നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ഉണ്ട്, സെൽഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് എന്തിലേക്ക് എത്താം? ദാറ്റ് ഇസ് വി ക്യാൻ ബിക്കം ആൻ എക്സലൻ്റ് ഓർ ഫസ്റ്റ് എന്നുള്ള സ്ഥാനത്തേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതാണ് ഇന്ത്യൻ എത്തോസിൽ പറയുന്നത്. എക്സലൻ്റ് അറ്റ് വർക്ക് ക്യാൻ ബി എൻഷുർഡ് ത്രൂ സെൽഫ് മോട്ടിവേഷൻ ആൻഡ് സെൽഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് 6th ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഈ 7th നേച്ചർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഈച്ച് എക്സിക്യൂട്ടീവ് ഇൻ മോഡേൺ മാനേജ്മെൻറ്റ് ഷുഡ് ഹാവ് എ ക്ലിയർ ഇൻസൈറ്റ് ഇൻ ടു ഹിസ് ഓൺ പേഴ്സണാലിറ്റി. അതാണ് ഇന്ത്യൻ എത്തോസ് പറയുന്നത്. ഇന്ത്യൻ മാനേജ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ അതനുസരിച്ച് പറയുന്നത് മോഡേൺ മാനേജ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ എക്സിക്യൂട്ടീവ്സ്, അതായത് ഓരോ മാനേജേഴ്സ് അവർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? അവനവൻ്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് ഒരു ഉൾക്കാഴ്ച, ഇൻസൈറ്റ് എന്താണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം, അതാണ് പറയുന്നത്. ഒരു ക്ലിയർ ആയിരിക്കണം, എൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. മോഡേൺ മാനേജ്മെൻറ്റ് അനുസരിച്ച് ഇന്ത്യൻ എത്തോസിൽ പറയുന്നത് ഓരോ എക്സിക്യൂട്ടീവിനും അവരുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ,
നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? വൺ ഹൂ ഈസ് റിയലി അവെയർ ഓഫ് ഹിസ് ട്രൂ സെൽഫ് ആൻഡ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ക്യാൻ ബി എ സക്സസ്ഫുൾ എക്സിക്യൂട്ടീവ് എന്നാണ് പറയുന്നത്. എന്താണ് നമ്മുടെ ഇന്ത്യൻ എത്തോസ് പറയുന്നത്? അതായത് അവനവനെ കുറിച്ച് സത്യസന്ധമായിട്ട് അവനെ കുറിച്ച് അറിയുന്നു, അവൻ്റെ സ്ട്രെങ്ത്തുകളെ കുറിച്ച് അറിയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പോയിന്റ് ആയിട്ട് വരും. സ്ട്രെങ്ത്തിനെ കുറിച്ച് അറിയുന്നു, വീക്ക്നെസ്സുകളെ കുറിച്ച് അറിയുന്ന ആൾക്ക് തീർച്ചയായും ആരായി മാറാം? ഒരു സക്സസ്ഫുൾ പേഴ്സൺ. ഒരു മാനേജ്മെന്റിലേക്ക് വരികയാണെങ്കിൽ എന്തായി മാറാം? ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ആവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ ഇതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പറയുന്ന എന്താണ് വളരെ കാമായിട്ട് വളരെ ട്രാങ്ക്വിലിറ്റി എന്നുള്ളത് അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സ്റ്റെഡ് ഫാസ്റ്റ്നെസ് എന്നാണ്. സ്റ്റെഡ് ഫാസ്റ്റ്നെസ് എന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലാക്കിയ ഫെയ്ത്ത്ഫുൾ ആയിട്ട് എല്ലാവരും ഒരു നീതി ഫെയ്ത്തായിട്ട് വളരെ വിശ്വാസയോഗ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ലൈക്ക് എ യോഗി എന്നാണ് പറയുന്നത് അല്ലേ. യോഗി നമ്മൾ പറയാറുണ്ട്. ആ യോഗിയെ പോലെ അതായത് എന്ത് കാര്യങ്ങളെ കുറിച്ചിട്ടും നല്ല ഡിസിഷൻസ് എടുക്കാം. ഡിസിഷൻസ് ഡിസ്പാഷനേറ്റ്ലി എന്നാണ് പറയുന്നത്. ഒരു എന്താണ് ഡിസ്പാഷനേറ്റ്ലി എന്ന് പറഞ്ഞെങ്കിൽ ആർക്കും മുൻതൂക്കം കൊടുക്കാതെ ന്യായമായിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാം. ഒരു ശാന്തത മനസ്സോട് കൂടി എടുക്കാം. അതുപോലെ വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഹി ഓർ ഷീ ക്യാൻ ലുക്ക് അറ്റ് സക്സസ് ആൻഡ് ഫെയിലിയർ, പ്രിസസ് ആൻഡ് ബ്രിക് ബാക്സ് വിത്ത് ആൻ ഇൻഡിഫറൻറ്റ് ഫേസ് എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാണ്? അപ്പോൾ ആ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ പരാജയങ്ങളോ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് ഉണ്ടായാൽ പോലും ചില പ്രൈസസുകൾ കിട്ടാം അല്ലേ, നമുക്ക് നന്നായി ചെയ്ത് നന്നായി. അതേപോലെ തന്നെ ബ്രിക് ബാക്സ് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും അല്ലെ. പല ആളുകൾ താൻ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുപെടും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇൻഡിഫറൻറ്റ് ഫേസോട് കൂടി. ഇൻഡിഫറൻറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാവഭേദം കൂടാതെ നമുക്കതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത്രയാണ് എന്ന് പറയുന്നത്. that is some of the features or characteristics of Indian ethos. Clear? The next that we have to discuss is about the basic principles of Indian ethos. Indian ethosine ചില പ്രിൻസിപ്പിൾസുകളുണ്ട്. അതാണ് നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് Indian ethos. ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ഹാവ് ഇമൻസ് പൊട്ടൻഷ്യൽ ആൻഡ് ടാലൻസ് ടു അച്ചീവ് സംതിങ് ബിക്കോസ് ദർ ഈസ് ദ ഡിവൈൻ സ്പാർക്ക് വിത്തിൻ എവ്രി വൺ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ അപ്പോൾ അതൊന്നും നമുക്ക് പോയിന്റ്സുകളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട്, അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ എന്തുണ്ടെന്നാണ് പറയുന്നത്? ഒരുപാട് പൊട്ടൻഷ്യാലിറ്റി, ഒരുപാട് കഴിവുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? എല്ലാവരുടെ ഉള്ളിലും ഒരു ഡിവൈൻ സ്പാർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഡിവൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലവ്ലി ആയിട്ടുള്ള, അതായത് ഒരു നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറേണ്ടതായിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള, വളരെ ഡിവൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്പാർക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അതുകൊണ്ട് തന്നെ ഈ ഡിവൈൻ സ്പാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഹ്യൂമൻ ബീങ്സും ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബേസിക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യൻ എത്തോസ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെന്റ് ഹാസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഹോളിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ ആസ് എ ഹോൾ എല്ലാവരും ഒന്നാണെന്ന് കരുതാനുള്ള ഒരു എന്താണ് ആ ഒരു അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇന്ത്യൻ എത്തോസ് എടുക്കുന്നത് എല്ലാവരെയും ഒരുപോലെ കാണും എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞത് റെസ്പെക്ട് ടു വൺ അനദർ, ഫെല്ലോ ഫീലിംഗ് കൊടുക്കുക. അപ്പോൾ അതാണ് പറയുന്നത് എ ഹോളിസ്റ്റിക് അപ്രോച്ച് വേർ ഇൻ ദ സ്പിരിച്വൽ, യൂണിവേഴ്സൽ ആൻഡ് ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആർ ഗിവൺ ഡ്യൂ ഇമ്പോർട്ടൻസ്. അതിൽ തന്നെ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. സ്പിരിച്വൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിപരമായിട്ടുള്ള ചില എലമെന്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ പോലും എല്ലാവരും ഒരു ഹോളിസ്റ്റിക്, എല്ലാവരെയും ഒരു രീതിയിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യൻ എത്തോസിനുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വൺ ഓഫ് ഇറ്റ്സ് പ്രിൻസിപ്പിളായിട്ട് പറയാം. തേർഡ് പ്രിൻസിപ്പിൾ എന്താണ്? വെരി സ്മോൾ ആൻഡ് അപ്പാരന്റ്ലി ഇൻസിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ആർ കൺസിഡേർഡ് വിത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇന്ത്യൻ എത്തോസിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾ എന്ത് കാര്യമായാലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എല്ലാത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഒരേപോലെ തുല്യമായിട്ട്. അതായത് പാവപ്പെട്ടവരെ നമ്മൾ പറയില്ലേ, പാവപ്പെട്ടവരായാലും പണക്കാരായാലും ഒരുപോലെ കാണും. അതാണ് നമ്മുടെ ഇന്ത്യൻ എത്തോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യൻ എത്തോസ് റിക്വയർ എക്സിക്യൂട്ടീവ്സ് ടു ഡെവലപ്പ് ദെയർ തേർഡ് ഐ. ഇപ്പോൾ നമ്മൾ മാനേജ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പറയണത് ഇന്ത്യൻ എത്തോസ് പറയുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് അല്ലെങ്കിൽ നമ്മുടെ മാനേജേഴ്സിന് ഒരു മൂന്നാം കണ്ണെന്ന് നമ്മൾ പറയും. തേർഡ് ഐ, എപ്പോഴും ഒരു തേർഡ് ഐ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ആ തേർഡ്
ആയി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായി ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അദ്ദേഹം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, കൺസിഡറിങ് ഓൺലി ദ 4 M's. ഇതാണ് നമ്മുടെ 4 M's: മെൻ, മെറ്റീരിയൽ, മെഷീൻ ആൻഡ് മണി. ഇതാണ് നമ്മളൊരു ബിസിനസ്സിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അല്ലേ. അത് മാത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. അതാണ് നമ്മുടെ തേർഡ് പ്രിൻസിപ്പിൾ പറയുന്നത്. എന്താവശ്യമാണ്, കുറച്ച് ഇന്നർ വെർച്യൂസ് ആൻഡ് വാല്യൂസ്. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചില എന്ത് വേണം, വാല്യൂസ് ആൻഡ് മൊറാലിറ്റി, അത് ആവശ്യമാണ്. അതില്ലാതെ ബാക്കി എന്ത് നമ്മൾ ഈ പറഞ്ഞ 4 M's, പണം ഉണ്ടായിക്കോട്ടെ, അതിനുള്ള മെറ്റീരിയൽസും മെഷീനറീസും എല്ലാം ഉണ്ടായിക്കോട്ടെ, അവരവർ ഇന്നർ ആയിട്ടുള്ള ആ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു വാല്യൂസ് ഇല്ലാതെ ഒരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നാണ് ദാറ്റ് ഈസ് ദ തേർഡ് പ്രിൻസിപ്പിൾ പറയുന്നത്. Okay. The fourth principle എന്താണ് പറയുന്നത്, the modern executive with Indian ethos is a karma yogi എന്നാണ് പറയുന്നത്. അപ്പോൾ യോഗി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, വളരെ ധ്യാനത്തിൽ ഇരുന്ന് വളരെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയുന്ന വ്യക്തി. അപ്പോൾ ഒരു കർമ്മയോഗിയെ പോലെ ഒരു ഇന്ത്യൻ എത്തോസ് അനുസരിച്ച് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് അഥവാ ഒരു മാനേജർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത്. കർമ്മയോഗി എന്ന് പറയുന്നത് എന്താണ്, who does his work without looking for പേഴ്സണൽ ബെനിഫിറ്റ്സ് ഓർ ഗെയിൻസ്. അവനവന് എന്ത് ലാഭം കിട്ടുന്നുവോ, അവനവന് സ്വയം എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു എന്ന് നോക്കാതെ മറ്റുള്ളവരുടെ ഇതിലേക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, അവരെയാണ് നമ്മൾ കർമ്മയോഗി എന്ന് പറയുന്നത്. ആ കർമ്മയോഗിയെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം ഒരു മാനേജർ എന്നാണ് ഇന്ത്യൻ എത്തോസിൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. അതൊരു മോഡേൺ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ എത്തോസ് അനുസരിച്ച് പറയുന്നത് ഷി ഷുഡ് ബി കർമ്മയോഗി ആയിരിക്കണം. അതായത് കർമ്മയോഗി എന്ന് പറയുന്നതേ ഉള്ളൂ, അവനവൻ്റെ എന്ത് ലാഭം കിട്ടുന്നുണ്ടെന്നല്ല അവിടെ ഇമ്പോർട്ടൻസ്, നമുക്കതുകൊണ്ട് സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് നന്മ ചെയ്യാനായിട്ട് സാധിക്കും, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ദ എക്സിക്യൂട്ടീവ് അറ്റൈൻസ് എക്സലൻസ് ഇൻ ഹിസ് വർക്ക് ത്രൂ മോട്ടിവേഷൻ ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ് വിത്ത് ഡെഡിക്കേറ്റഡ് ബട്ട് ഡിറ്റാച്ച്ഡ് സർവീസ്. എന്താണ് എക്സിക്യൂട്ടീവ്? അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത്, അതായത് ഒരു മാനേജറോ എക്സിക്യൂട്ടീവ്സോ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദാറ്റ് ഈസ് എന്ത് ചെയ്യാം, എക്സലൻസിലേക്ക് എത്താം. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് എത്താം ഇൻ ഹിസ് വർക്ക് ത്രൂ. എങ്ങനെ എത്താം? ത്രൂ മോട്ടിവേഷൻ, പ്രോത്സാഹനം വഴിയും, അതുപോലെ തന്നെ സെൽഫ് ഡെവലപ്മെൻറ്റ്, സ്വയം ഡെവലപ്പ് ചെയ്തുകൊണ്ടും. എങ്ങനെയാണ്? വിത്ത് ഡെഡിക്കേറ്റഡ് എന്നാണ് നമ്മൾ സ്വയം അർപ്പിച്ച് ചെയ്യാന്ന് പറയുന്നത്, എന്നാൽ ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്വയം അർപ്പിച്ച്, പക്ഷെ അതേസമയം എന്ത് ചെയ്യണം, ബട്ട് ഡിറ്റാച്ച്ഡ് സർവീസ്. ഡിറ്റാച്ച്ഡ് എന്നാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ വിട്ടുകളയല്ല, ഒബ്ജക്റ്റീവ് അവിടെ നിർത്തിക്കൊണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെൽഫ്ലെസ് ആയിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു എക്സിക്യൂട്ടീവിന് അദ്ദേഹത്തിൻ്റെ വർക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സലൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താണ്, ദാറ്റ് ഈസ് ദ സിക്സ്ത്. 6 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ദ സിക്സ്ത് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്, ദ എക്സിക്യൂട്ടീവ് അച്ചീവ് സക്സസ് ഇൻ ഹിസ് വർക്ക് ത്രൂ ടീം വർക്ക്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് ടീം വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഇന്ത്യൻ എത്തോസിൻ്റെ പ്രത്യേകത എന്നുള്ളത്. വീണ്ടും പറയുന്ന എക്സിക്യൂട്ടീവിന് അദ്ദേഹത്തിന് ഒരു എക്സലൻറ്റ് അല്ലെങ്കിൽ ഒരു സക്സസ്സിലേക്ക് എത്താം എങ്ങനെയാണെങ്കിൽ ടീം വർക്ക്, അതെല്ലാവരും ഒരുപോലെ ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവാണ്. ബേസ്ഡ് ഓൺ കോപ്പറേഷൻ വിച്ച് ഇസ് എ പവർഫുൾ വെപ്പൺ ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. പ്രത്യേകിച്ച് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോപ്പറേഷനാണ്, സഹകരണം. എല്ലാ ഒരു ഗ്രൂപ്പ് നമുക്ക് 5, 6, 10 മെമ്പർ ഉണ്ടെങ്കിൽ അവരെല്ലാവരുടെയും സഹകരണം വേണം അല്ലേ, എന്നാലും ഒരു ഗ്രൂപ്പ് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അത് അപ്പോൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു ആയുധം എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് കോപ്പറേഷൻ എന്നുള്ളതാണ്. ആ കോപ്പറേഷൻ എന്നുള്ള അതുമേ ബേസ് ചെയ്തുകൊണ്ട് ഒരു ടീം വർക്കിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഒരു മാനേജർക്ക് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ അദ്ദേഹത്തിന് തീർച്ചയായും ഇതിലേക്ക് എത്താം, സക്സസ് നേടാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിതിൽ പറഞ്ഞു തരാണ് ഹ്യൂമിലിറ്റി, ടോളറൻസ്, പേഷ്യൻസ്, ട്രാൻസ്പെറൻസി ആൻഡ് സിംപ്ലിസിറ്റി. പുറത്ത് വയ്ക്കുക ഏതൊക്കെയാണ്? ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഹമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ദയോട് കൂടി എന്ന് പറയും, ഹമ്പിൾ എന്ന് പറയും. അപ്പോൾ വളരെ ഹ്യൂമിലിറ്റി, ടോളറൻസ് എന്ത് സഹിക്കാനുള്ള കഴിവ്, അതിനാണ് ടോളറൻസ് എന്ന് പറയുന്നത്. പേഷ്യൻസ് ക്ഷമ, എന്ത് കാര്യം നമുക്ക് ചില റിസൾട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും അല്ലേ റിസൾട്ടിന്. പക്ഷേ പേഷ്യൻസ്, ട്രാൻസ്പെറൻസി നമ്മൾ പറഞ്ഞ പോലെ എല്ലാത്തിലും ഒരു സുതാര്യത, ആൻഡ് സിംപ്ലിസിറ്റി എന്ത് കാര്യം ചെയ്യുമ്പോൾ വലിയ ആഘാടമൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ ആർ സം ഓഫ് ദ വാല്യൂസ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഇന്ത്യൻ വാല്യൂ സിസ്റ്റം. ഇന്ത്യൻ വാല്യൂ സിസ്റ്റത്തിൽ ഉള്ള മറ്റുള്ള ചില എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹമ്പിളായിട്ട്, അതേസമയം വളരെ ടോളറൻ്റായി, വളരെ പേഷ്യൻ്റായി, വളരെ സിമ്പിളായിട്ട്, അതുപോലെ തന്നെ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതും ദാറ്റ് ഈസ് ഓൾസോ ആർ സം ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ എത്തോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്.
ക്ലാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് വാല്യൂ ബേസ്ഡ്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതെന്ത് ചെയ്യാം, വി ക്യാൻ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. That's for today. Thank you, my dear students, for watching my class.